കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെറിയ അക്വേറിയം സെറ്റപ്പ് ആക്കിയ കാര്യം. അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ മീനുകൾ കേട്ടോ. അടിപൊളി മീനുകൾ, എന്ത് ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ അക്വേറിയത്തിനകത്ത് മീനല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് നാളും ഊരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടനാണ് ഇതിൻ്റെ എല്ലാ ഐഡിയയും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഗപ്പിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒരു ഫൈറ്ററും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞത് ബാക്കിൽ വലിയ മീനുകൾ അവിടെ വളർത്തുന്നുണ്ടെന്ന് നോക്കിയപ്പം വലിയ മീനുകളുടെ കമനീയ ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വന്നത് നമ്മൾ ഏത് ടൈപ്പിലുള്ള ടാങ്ക് എടുക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു. എനിക്കിങ്ങനെ ചെറിയ ടൈപ്പ് ടാങ്കൊക്കെയാണ് കേട്ടോ ഇഷ്ടം. നോക്കിയപ്പോഴത്തേക്ക് കൊഞ്ച്, ഇതിനെ കൊഞ്ചം തന്നെയാണോ പറയുന്നത് അതോ വേറെ എന്തെങ്കിലും പേരുണ്ടോ? അക്വേറിയ ഭാഷയിൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ മെൻഷൻ പ്ലീസ്, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫൈറ്ററിനെ വാങ്ങിച്ചപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നു, ഇതെല്ലാം ഒന്ന് റെഡിമണിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബീക്കറാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയില്ല, ഇത് ഗ്ലാസ് അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഫൈറ്ററിന് ഇതിനകത്താണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ചെടിയൊക്കെ സെറ്റാക്കി നമ്മുടെ അക്വേറിയം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈറ്ററിന് അല്ലു ഇട്ടിരിക്കുന്ന പേര് പിങ്കു എന്നാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അക്വേറിയം എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.